ഞാൻ റീസെന്റ് കണ്ട ഒരു ഹോളിവുഡ് മൂവിയാണ് ലോങ് ലെഗ്സ്. ഈ ഒരു മൂവിയുടെ ജോണർ എന്ന് പറയുന്ന ഹൊറർ ത്രില്ലറാണ്. ഒരു സീരിയൽ കില്ലിംഗ്, ആ ഒരു കില്ലിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ, അതാണ് ഈ സിനിമ സംസാരിക്കുന്നത്. എസ്പെഷ്യലി ഈ ഒരു മൂവിയുടെ മേക്കിംഗ് ആൻഡ് പ്രസന്റേഷൻ അടിപൊളിയായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ സിനിമ കാണാനായിട്ട്. ആൻഡ് ഈ ഒരു മൂവിയുടെ സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ത്രില്ലർ മൂവീസിലൊക്കെ കാണുന്ന സ്റ്റൈലോ പാറ്റേണോ ഒന്നും അല്ല. ഒരു സ്ലോ പീസിലാണ് ഈ ഒരു മൂവി സംസാരിക്കുന്നത്. പക്ഷെ ഒരു പോയിന്റ് ഓഫ് ടൈം കഴിയുമ്പോൾ സിനിമയുടെ ലെവൽ തന്നെ മാറിപ്പോൾ അമ്മാതിരി കിടിലായിട്ടാണ് ഈ ഒരു മൂവി പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ആ സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഓക്കെ ഫൈൻ ലാഗ് ആണ്, അല്ലെങ്കിൽ നമുക്ക് ഒന്നും മനസ്സിലാവത്തില്ല, അങ്ങനത്തെ രീതിയിലാണ് സിനിമ സംസാരിക്കുന്നത്. പക്ഷെ ആ ഒരു പോയിന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ എൻഗേജിങ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ അടുത്ത് എന്ത് സംഭവിക്കും അല്ലെങ്കിൽ അടുത്ത് എന്താണെന്ന രീതിയിൽ അടിപൊളിയായിട്ടാണ് സിനിമ പ്രസന്റ് ചെയ്യുന്നുണ്ട്. ഈ മൂവിയുടെ സ്റ്റോറി എന്നുള്ളത് ഞാൻ ബേസിക് ആയിട്ട് പറഞ്ഞുതരാം, അധികം എടുത്ത് പറയുന്നില്ല, അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ നല്ല സ്പോയിലേഴ്സ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നടക്കുന്ന കുറച്ച് സീരിയൽ കില്ലിംഗ്, ആ ഒരു സീരിയൽ കില്ലിന് ഓൾറെഡി നമുക്ക് ഈ ഒരു സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പോയിന്റിൽ കാണിച്ചു തരും ആരാന്നുള്ളത്. ഇപ്പോൾ നമ്മൾ തമിഴിൽ നോക്കുവാണെങ്കിൽ സൈക്കോ എന്നൊരു മൂവിയുണ്ട്, മിസ്കിൻ ഡയറക്ട് ചെയ്ത. ആ ഒരു മൂവിയിൽ അങ്ങനെയാണ്, ആ ഒരു സീരിയൽ കില്ലറിനെ ആദ്യം തന്നെ കാണിച്ചു തരും. പിന്നീട് അയാൾ എന്തുകൊണ്ടാണ് ഈ ഒരു ക്രൈംസ് ഒക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ അയാളെ എങ്ങനെയാണ് ട്രാപ്പ് ചെയ്യുന്നത്, ഇങ്ങനത്തെ കാര്യമാണ് ആ സിനിമയിൽ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ഇതിനും അതേ പാറ്റേൺ ആയിരിക്കും, അല്ലെങ്കിൽ ഇയാൾ എന്തുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യണമെന്നായിരിക്കും സിനിമ സംസാരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, അതൊരു കിഡിലൻ ട്വിസ്റ്റ് ആയിട്ട് തന്നെ സിനിമയിൽ പ്രസന്റ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ ഒരു സീരിയൽ കില്ലർ, സോ ആ ഒരു സീരിയൽ കില്ലറിനെ ആ FBI ഏജൻസ് അറസ്റ്റ് ചെയ്യും. സോ അറസ്റ്റ് ചെയ്തതിനു ശേഷമാണ് ഇവർ കാര്യം മനസ്സിലാക്കുന്നത്, ആ ഒരു സീരിയൽ കില്ലറിനും ഈ FBI ഏജൻസിലുള്ള ഒരു ഏജന്റുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട്. ആ ഒരു ഏജന്റിന്റെ പേര് ലീ ഹാർക്കർ ആണ്. ഇതൊന്നും സ്പോയിലേഴ്സ് ഒന്നും അല്ല, സിനിമയിൽ തന്നെ സംസാരിച്ച് പോകുന്നുണ്ട്. സോ പിന്നീട് ഈ ഒരു പോയിന്റ് കഴിയുമ്പോഴാണ് ശരിക്കും മൂവിയുടെ ഒരു ടേണിംഗ് പോയിന്റ്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ലെവൽ തന്നെ മാറുന്ന രീതിയിൽ മൂവി പ്രസന്റ് ചെയ്തിരിക്കുന്ന ഒരു കിഡിൽ എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് എടുത്തു പറയേണ്ട കാര്യം, ഈ ഒരു മൂവിയുടെ പ്രസന്റേഷൻ ആണ് അത്ര കിഡിലായിട്ടാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അതായത് ചില സീക്വൻസിന്റെ ഇടയ്ക്ക് വരുന്നു ചില ജംപ് സ്കെയർസും അല്ലെങ്കിൽ ഹൊറർ ആയിട്ടുള്ള എലമെന്റ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ നല്ല രീതിക്ക് തന്നെ വർക്ക് ആവുന്നുണ്ട്. കാരണം നല്ല രീതിയിലാണ് അതിന്റെ ഒരു പ്ലേസ്മെന്റും, അല്ലെങ്കിൽ ഏത് സീക്വൻസിന്റെ ഇവിടെ എങ്ങനെ പ്ലേസ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് ഓഡിയൻസിന് എങ്ങനെ വർക്ക് ആവും. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നല്ല രീതിക്ക് തന്നെ ഈ സിനിമയിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് എടുത്തു പറയേണ്ട ഈ ഒരു മൂവിയുടെ ടെക്നിക്കൽ സൈഡാണ് അടിപൊളിയായിരുന്നു. സിനിമോട്ടോഗ്രാഫി ആയാലും എഡിറ്റിംഗ് ആയാലും കളറിംഗ് ആയാലും ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഈ സിനിമ നടക്കുന്നത് ഒരു പർട്ടിക്കുലർ വില്ലേജിൽ, ആ ഒരു വിന്റർ സീസൺ ആ ഒരു ടൈമിലൊക്കെയാണ്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു മൂഡ്, ആ ഒരു കളറിംഗിലായാലും ആ ഒരു സിനിമോട്ടോഗ്രാഫിയിലായാലും, അല്ലെങ്കിൽ അവിടെ എൻ്റെ മേക്കിംഗ് ആയാലും ആ എൻവയോൺമെന്റ് ആയാലും എല്ലാം നമ്മൾ അങ്ങനത്തെ ഒരു എൻവയോൺമെന്റിൽ കൊണ്ടുപോകുന്ന ഒരു ഫീൽ തരുന്നുണ്ട്. ആൻഡ് എസ്പെഷ്യലി എടുത്തു പറയുന്ന കാര്യം, ഈ ഒരു മൂവിയുടെ സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് ആണ്. അത്ര അടിപൊളിയായിട്ടാണ് അവർ വർക്ക് ചെയ്തിട്ടുള്ള. ചില സൗണ്ട് സീക്വൻസ് ഒക്കെ ഉണ്ട്, അതായത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൊറർ ആയിട്ടുള്ള ചില സീക്വൻസ് വരുന്നുണ്ട്. ചില ജംപ് സ്കെയർസ് ആയാലും, ചില സീക്വൻസിന് ഇടയ്ക്കുള്ള ട്രാൻസിഷൻസ് ആയാലും, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ വരുന്ന ആ ഒരു സൗണ്ട് എഫക്ട്സ് ഉണ്ടല്ലോ, എൻ്റെ മോനെ കിഡിലോ എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവൽ ഫീൽ ആയിരുന്നു. അതൊരു നല്ലൊരു തിയേറ്ററിൽ നല്ലൊരു കിഡിലൻ സൗണ്ട് ക്വാളിറ്റിയിലൊക്കെ കാണാൻ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം എങ്ങനെയെന്ന് പറഞ്ഞാൽ, ചില സീക്വൻസ് ഭയങ്കര ഹൈ സൗണ്ടിങ്ങനെ പോയിട്ട് പെട്ടെന്ന് ട്രാൻസിഷൻ വരുമല്ലോ, അവിടെ ആയാലും ആ ജംപ് സ്കെയർസ് ആയാലും, അല്ലെങ്കിൽ ചില സീക്വൻസ് ഒക്കെ ഈ ഒരു എൻ്റയർ സൗണ്ട് കൊണ്ട് തന്നെ അപ്ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഈ സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന ക്രൈം ത്രില്ലറോ അല്ലെങ്കിൽ സീരിയൽ കില്ലർ മൂവീസിന്റെ ഒരു പാറ്റേണോ ആ ഒരു സ്റ്റൈലും അല്ല ഈ ഒരു മൂവി. വളരെ സ്ലോ പീസ് ആണ്. സോ അങ്ങനത്തെ ഒരു മൂവി എക്സ്പീരിയൻസ് ചെയ്യാനും, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മൂവി കാണണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ കാണാൻ പറ്റിയ ഒരു അടിപൊളി മൂവി തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്, ഒരു പോയിന്റ് ഓഫ് ടൈം വേണമെങ്കിൽ ഫസ്റ്റ് ഹാഫ് എന്ന് വരെ വേണമെങ്കിൽ നമുക്ക് പറയാം, ആ ഒരു പോയിന്റ് വരെ വളരെ സ്ലോ പീസ് ആയിട്ട് ഓരോ കാര്യങ്ങളും, ക്യാരക്ടേഴ്സ് ആയാലും അവരുടെ സിറ്റുവേഷൻസ് ആയാലും, അല്ലെങ്കിൽ ആ ഒരു എൻവയോൺമെന്റ് ആയാലും എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പറഞ്ഞ് ആ ഒരു കാര്യങ്ങളും അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ കൺവേ ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വളരെ ലാഗ് ആയിട്ടോ അല്ലെങ്കിൽ സ്ലോ പീസ് ആയിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അല്ലെങ്കിൽ ഇവർ ശരിക്കും എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ സീരിയൽ കില്ലറിനോ അല്ലെങ്കിൽ അതിനെ കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളോ നമുക്ക് പെട്ടെന്ന് കണക്ട് ആവത്തില്ല. പക്ഷെ ആ ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ സെക്കൻഡ് ഹാഫ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സീൻസ്, സീക്വൻസ്, അല്ലെങ്കിൽ ആ ഒരു ട്വിസ്റ്റ് ആൻഡ് ടേൺസ്, മാൻ അതൊക്കെ കിടിലായിരുന്നു. നമ്മൾ ഒരുപാട് മൂവീസിൽ ഇതുപോലത്തെ ഒരു സീക്വൻസും അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പാറ്റേണും കണ്ടിട്ടുണ്ടെങ്കിലും ഇതിന്റെ പ്രസന്റേഷനിലോട്ട് വരുമ്പോൾ അത് വേറെ ലെവലായിട്ട് തന്നെ, അതായത് ചില സീക്വൻസ് ഒക്കെ കിടിലോ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഫീൽ ആയിരുന്നു അത് കാണാനായിട്ട്. സോ അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഈ ഒരു മൂവി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എസ്പെഷ്യലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മൂവിയും കൂടിയാണ്. ആൻഡ് ആ തിയേറ്റർ എക്സ്പീരിയൻസ് ആയാലും ഞാൻ നല്ല രീതിക്ക് എൻജോയ് ചെയ്തു. ആ ഒരു സൗണ്ട് എഫക്റ്റ് ആയാലും, ആ ഒരു മൂവിയുടെ മേക്കിംഗ് ആയാലും, പ്രസന്റേഷൻ ആയാലും നൈസ് ആയിരുന്നു. സോ എന്തായാലും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.